എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് നമ്മുടെ ഈ പുല്ലൊക്കെ തിന്നുന്ന പച്ചിലൊക്കെ തിന്നുന്ന പുഴുവില്ലേ. ദൈവം ഏറ്റവും വലിയ വിഷമുള്ള പാമ്പുകളൊക്കെ എടുത്ത് അമ്മാനുമാരുടെ പുഴുവിനെയാണ് പേടിക്കുന്നത്. സോ ഇതാണ് ഫോബിയ. അതായത് ഇദ്ദേഹത്തിന് ഒരു പുഴുവിനെയാണ് പേടി. അത് യഥാർത്ഥത്തിൽ അപകടമുണ്ടാക്കുന്ന ഒന്നല്ല. സോ യഥാർത്ഥത്തിൽ അപകടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വരുന്ന ഭയങ്കരമായിട്ടുള്ള പേടി, ആ പേടിയെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനായി സാധിക്കില്ല. കൂടാതെ അത് വെറും ഒരു പേടിയായി മാത്രമല്ല അനുഭവപ്പെടുന്നത്, ഫുൾ മൈൻഡ് ആൻഡ് ബോഡി അലാം ചെയ്യുന്നത് പോലെ വളരെ വിയേർഡായി നിങ്ങളുടെ ബോഡി നിങ്ങളുടെ കൺട്രോളിനെ ടേക്ക് ഓവർ ചെയ്യുന്നത് പോലെ അനുഭവപ്പെടും. അത് എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേവത്തിന് കുളിര് പോലെ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ യാവണക്കുന്നൊരു ചെടി ഉണ്ടായിരുന്നു. ഇതിൽ ഒരു സീസൺ ആകുമ്പോൾ പുഴു ഉണ്ടാവും. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാതെ എൻ്റെ ചേട്ടന്മാർ അനിയത്തികളെ എന്നെ പിടിച്ച് കെട്ടിയിട്ട് എന്നെ പിടിച്ച് നിർത്തിയിട്ട് ഇതെടുത്ത് കുറയും. അപ്പോൾ അദ്ദേഹത്തെ അന്ന് വീണിട്ട് ആ ചൊറിച്ചിൽ, ആ ചെറുപ്പത്തിൽ 8 വയസ്സിലൊക്കെ ചെറിയ ആ ഒരു അനുഭവം ഉണ്ടായത് ജീവിതത്തിൽ ഇന്ന് വരെ ആ സാധനം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ. ഞാൻ എല്ലാ ഫോബിയയിലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ബട്ട് കുറെ ആളുകൾക്ക് അവർ പേടിച്ചിട്ടുള്ളതോ തെറ്റിദ്ധരിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫോബിയയ്ക്ക് കാരണമായേക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം പോകുമ്പോഴത്തെ അവസ്ഥ. ജീവിതത്തിൽ അന്ന് തുടങ്ങിയത് ഇന്നും വരെ എനിക്ക് കൂടുന്നല്ല കുറയുന്നില്ല. ഇത് ഹൈലി ട്രീറ്റബിൾ ആയിട്ടുള്ള ഒരു ആൻസൈറ്റി കണ്ടീഷൻ ആണ്. മോസ്റ്റ് കേസിലും കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിയർലി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിക്കവറി കൊണ്ടുവരാൻ സാധിക്കും.